സംസ്ഥാനത്തെ തെരുവുനായ ശല്യത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വീണ്ടും നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന, നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒന്നായി തെരുവുനായ ശല്യം മാറുന്നുണ്ട്. പലയിടങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന് കോഴിക്കോടും കണ്ണൂരും ആലപ്പുഴയിലുമായി 13 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ വയോധികയെ തെരുവുനായ കടിച്ചുകീറി. ചാലിൽ സ്വദേശി യശോധയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. തെരുവുനായ ശല്യം അമർച്ച ചെയ്യാൻ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപടി സ്വീകരിക്കണം എന്ന ആവശ്യം ശക്തമാവുകയാണ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തെരുവുനായ ശല്യം രൂക്ഷമാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർക്കാണ് ഇന്ന് മാത്രം കടിയേറ്റത്. കോഴിക്കോട് നഗരത്തിൽ മലബാർ ക്രിസ്ത്യൻ കോളേജിന് സമീപത്ത് വെച്ചാണ് 10 പേർക്ക് കടിയേറ്റത്. വിദ്യാർത്ഥികളും സ്കൂട്ടർ യാത്രക്കാരും ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. സൈഡാക്കി നിർത്തിയ സമയത്ത് ഫോൺ എടുത്തിട്ടില്ല, അപ്പോഴേക്കന്നെ നായ വന്ന് കടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. കടിക്കുന്നതോടുകൂടി ഞാൻ വീണ് പോകുന്നുണ്ട്, വണ്ടി അടക്കം വീണ് പോകുന്നുണ്ട്. പിന്നെ നായ പെട്ടെന്ന് ഓടി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചിങ്ങോട്ട് മുമ്പോട്ടേക്ക് വന്ന് വണ്ടി നിർത്തി വീണ്ടും പുറകോട്ട് നടന്നു ഫോട്ടോ എടുക്കാമെന്ന് കരുതിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നതാണ്. കാലിൽ രക്തം ഒലിക്കുന്നുണ്ട്. എന്നാലും നായനെ തിരിച്ചറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്താണ് ഇദ്ദേഹത്തെ കടിക്കുന്നത്. ഇപ്പോൾ ഫാത്തിമ ഹൗസിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. നടന്നു പട്ടി ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. കടിക്കില്ല എന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ച് അത് അതിൻ്റെ വഴി പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് കയറി കടിച്ച്. പിന്നെ കൊതറി വിടുന്നില്ല, ഇങ്ങനെ കടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ബാഗ് എടുത്ത് വീശി വെക്കുമ്പോൾ പട്ടി വിട്ട്, എന്നാലും നേരക്കും ചാടി. പക്ഷെ ഒന്ന് പേടിപ്പിച്ച് നോക്കുമ്പോൾ അങ്ങ് പോയി. പരിക്കേറ്റവർ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി. കൂടെ എനിക്ക് ഉച്ചക്ക് വിട്ടപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയായിരുന്നു. ബാക്കിൽ നിന്ന് വന്ന് കടിച്ച് ഞാൻ അവിടെ വീണിട്ട് പിന്നെ കടയിലുള്ളവർ ഇങ്ങനെ കൈ ഊങ്ങിയപ്പോൾ അത് പോയി. പിന്നെ അവിടെ നിന്ന് സോപ്പിട്ട് കഴുകി പിന്നെ വേഗം ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ ഇവിടുന്ന് ഇഞ്ചക്ഷനൊക്കെ വെച്ച്. ആലപ്പുഴയിൽ കായംകുളം ഭരണിക്കാവിലാണ് തെരുവുനായയുടെ കടിയേറ്റ് ദമ്പതികൾക്ക് പരിക്കേറ്റത്. ഇവിടെ സൗണ്ട് കേട്ടോണ്ടാണ് ഞാൻ ഓടിച്ചെന്നത്. അപ്പോൾ അത് എന്നോടും തിരിഞ്ഞു. ഇവിടെ ശരിക്കും കൈക്ക് കടിക്കുകയും അത് എൻ്റെ നേർക്ക് ചാടുകയും എന്നെ അള്ളുകയും എല്ലാം ചെയ്തു. കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ വയോധികയ്ക്ക് നേരെയും തെരുവുനായ ആക്രമണമുണ്ടായി. ആക്രമണത്തിന് ഇരയായ ചാലിൽ സ്വദേശി യശോദയ്ക്ക് ഗുരുതര പരുക്ക്. ചുണ്ടും കവിളും കടിച്ചു പറിച്ചു. കൈക്കും കാലിനും കടിയേറ്റിട്ടുണ്ട്. തെരുവുനായ ശല്യം രൂക്ഷമാകുമ്പോൾ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും എന്തു ചെയ്തു എന്ന ചോദ്യം പ്രസക്തമാണ്. അധികാരികൾ കണ്ണു തുറന്നേ മതിയാകൂ. കോഴിക്കോട് നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. തെരുവുനായ ശല്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നത് ഗൗരവമായി ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു. അത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ നാട്ടുകാരൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. കാരണം തെരുവുനായയുടെ കടിയേറ്റ് അത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് മാറുന്ന ധാരാളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. വീണ്ടും ഇതേ പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്.